ഹലോ ഗൈസ്, കഴിഞ്ഞ ബുധനാഴ്ച അലീനാന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഓളൊക്കെ നമ്മളത് പറഞ്ഞിട്ടല്ല, ഓള് ലീവ് ആയിരുന്നു. നമ്മളോട്ട് അറിഞ്ഞിട്ടുണ്ടല്ല. എന്തോ ഒരു ഇതില് ഓൾ ഇന്ത്യത്ത് മോളുടെ ബർത്ത്ഡേ ചെന്നിട്ട് ഫോട്ടോ കാണിച്ചു. പിന്നെ നമ്മളോളെ വെറുതെ വിട്ടോ, ചെലവ് വിട്ടാതെ. അപ്പം ഓളെ ചെലവ് കഴിക്കാൻ പോണ വീഡിയോ ആണ്. ഞാനും റമീസും അലീനയാണ് പോണത്. ബാക്കിയുള്ളവർ ലീവ് വരും. അത് അങ്ങോട്ട് നടന്നു പോണ വഴിയിൽ നിന്നാണ് നമ്മളെ പ്രിയ സുഹൃത്ത് അലനെ കണ്ടത്. അലനെ വിളിച്ച് ഓടി ചെന്നപ്പോൾ അവൻ പെട്ടെന്ന് നെട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീട്ടിൽ നമുക്ക് കിട്ടിയില്ല, കാരണം ഓൻ നെട്ടിയിട്ട് ഞാനും നെട്ടിപ്പോയി. ഓനോട് സംസാരം ഞാൻ മേലെ പോയപ്പോൾ ഇവർ രണ്ടുപേരും ജ്യൂസ് കുടിക്കലേനിട്ടാണ്. പിന്നെ ഞാൻ ചിക്കു മതി എന്റെ ചത്തയും കൊണ്ട് ഫസ്റ്റ് തന്നെ എനിക്ക് ചിക്കു ജ്യൂസ് വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് പോയി അത് കുടിച്ചാൽ മതി. അത് കുടിക്കൽ കഴിയാനായപ്പോൾ ഞങ്ങൾ ഒരു പപ്സും കൂടി ഓർഡർ ചെയ്തു. ഞാൻ ഒരു മുട്ട പപ്സും ഓള് വെച്ചാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇടക്കൊക്കെ ഈ റമീസ് വെറുതെ പട്ടിച്ചോടുന്നുണ്ടാകും. ഒരു മുഖം കാണിക്കരുതേ, ഒരു തേങ്ങ വാങ്ങാണ്ട് വെറുതെ അഭിനയിക്കുക. ഒരു കാര്യമില്ലാതെ അവൻ അഭിനയിക്കായിരുന്നു. വെറുതെ കൊണിയിരുന്നിട്ട് ഓന്റെ മുഖം കാണിക്കുന്നൊന്നും എനിക്ക് കുഴപ്പമില്ല. പിന്നെ വെറുതെ ഇരുന്ന് കൊണി. ഓന്റെ വിചാരത് വലിയൊരു സംഭവമാണ്. എത്ര കൊണ്ടാലും എനിക്ക് ഒരു സ്നിക്കേഴ്സ് ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കാണാതെ പോയത്. പിന്നെ ഇവൾക്ക് റോഡ് മുറിക്കാൻ പേടിയാണ്. അപ്പൊ ഞാൻ ഇവളും പറഞ്ഞ റോഡ് മുറിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ റോഡ് മുറിച്ച് കൊടുക്കുകയായിരുന്നു. ഞാൻ സേഫായി റോഡൊക്കെ മുറിച്ച് കൊടുത്ത് ഇവളെ ക്ലാസ്സിന് വിട്ടു. ഇവള് ഫാഷൻ ഡിസൈനിങ്ങിനും പോകുന്നുണ്ട് കഴിച്ചു. നമ്മൾ അത് കാണണം. നമ്മളെ നാട്ടിലത്തെ എല്ലാവരും ഫാഷൻ ഡിസൈനിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ ഇവളും അതിന് പോകും. ഇവൾക്ക് അങ്ങനെയൊക്കെ ഒരു ഭ്രാന്തുണ്ട്. അങ്ങനത്തെ ഒരു ഭ്രാന്ത് പട്ടക്കുള്ള കുട്ടിയാണിത്. പിന്നെ അവിടെ തന്നെ ഞാനും പോകുന്നു. ഞാൻ അങ്ങനെ പോകുന്നു. ഞാൻ ബസ്സിൽ കയറി സീറ്റ് കിട്ടിയില്ല. പിന്നെ കുറച്ച് അപ്പോഴത്തേക്ക് സീറ്റ് കിട്ടി. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു വ്ലോഗായി വരുന്നതായിരിക്കും. ബൈ.